ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കേക്ക് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ വീഡിയോയിൽ തുടർന്ന് കാണാം കേട്ടോ. വീഡിയോയിലിട്ട് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് ഡേറ്റിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ടയർ കേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതും ടോൾ കേക്കായിട്ട് ഉള്ള ടയർ കേക്ക്, പിന്നെ അതിലേക്ക് ടേബിൾ സെറ്റും 2 കേക്കിൽക്കും വേണം ടേബിൾ സെറ്റ്. സിക്കിൾസ്, പോപ്സ്, ഡോണറ്റ്, എന്താ പറയുക, കപ്പ് കേക്ക് എല്ലാം കൂടിയുള്ള സെറ്റ് 2 കേക്കിൽക്കും വേണം. അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് മോഡലൊക്കെ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റിൻ്റെ തലേ ദിവസം ഞാൻ എന്താ പറയുക, ഫുള്ള് ഫോണ്ടൻറ്റ് വർക്കായ കാരണം നമുക്ക് കുറച്ച് വർക്ക് ഈസി ആക്കാനും പിന്നെ അന്ന് തന്നെ വേറെ കേക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈസി ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസമല്ല, അതിൻ്റെ പിറ്റത്തെ ദിവസം തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്പഞ്ചസൊക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ നേരത്തെ ചെയ്ത് ഫോണ്ടൻറ്റ് വർക്ക് തലേ ദിവസം ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ആ ഒരു സമയത്താണ് കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞത് ഡേറ്റ് ഫിക്സ് അല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ 2 കിലോൻ്റെ ബ്ലാക്ക് സ്പഞ്ചും 2 കിലോൻ്റെ വൈറ്റ് സ്പഞ്ചും പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കപ്പ് കേക്കും സിക്കിൾസിനുള്ള സ്പഞ്ചും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വർക്ക് കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ നേരത്തെ തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കും. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ മുന്നായിട്ട് തന്നെ ഒന്നും കൂടി കസ്റ്റമറുമായിട്ട് കൺഫേം ചെയ്യും, ഇത് ഓർഡർ കൺഫേം അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈം കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ടൈം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 31-ാം തീയതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിത് 28-ന് തന്നെ സ്പഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ 31-ന് 30-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു ഡേറ്റ് കൺഫേം അല്ല, ചേഞ്ച് ചെയ്യണം, കൺഫേം ആയിട്ടുള്ള ഡേറ്റ് ഞാൻ പറയാം, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കെന്തോ ഇനി വർക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച സ്പഞ്ചെല്ലാം ഇരിക്കുകയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കിലോൻ്റെ ബ്ലാക്ക് സ്പഞ്ചും അതുപോലെ 2 കിലോൻ്റെ വൈറ്റ് സ്പഞ്ചും ടയർ കേക്കാണ് കേട്ടോ. പിന്നെ 6 കപ്പ് കേക്കും 4 കപ്പ് കേക്കും പിന്നെ സിക്കിൾസിനും പോപ്സിനുള്ള വേറെ സ്പഞ്ചും, ഇത്രയും ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്തുനിന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു വിശ്വാസത്തിൽ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കായിരുന്നു. പക്ഷേ നമുക്കത് കുഴപ്പമില്ല എന്ന് വെച്ചു കേട്ടോ. കാരണം സ്പഞ്ചെല്ലാം ആക്കിയിട്ടുള്ളൂ, ക്രീമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടുണ്ടായിരുന്ന വർക്ക് ഉണ്ടായിരുന്നു, ഓർഡർ ആയിട്ടുണ്ടായിരുന്നത്. അത് 1.5 കിലോയിലൊക്കെ കേക്ക് ഉള്ളതിൽ നമ്മളിപ്പോൾ ഈ ഒരു 7 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്കിന് കുറച്ച് ഹൈറ്റിലൊക്കെ ചെയ്തിട്ടൊക്കെ കൊടുത്തു. പിന്നെ അതുപോലെ ടയർ കേക്ക് വന്നപ്പോൾ അവർക്ക് ഈ ഒരു കേക്ക് സെറ്റാക്കി കൊടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് ടയർ കേക്കിൻ്റെ സ്പഞ്ചസൊക്കെ റെഡിയാക്കിയിട്ട് അതെല്ലാം ഓർഡർ ആയിട്ട് തന്നെ പോയിട്ടാണ്. പിന്നെ അതിന് ശേഷം കപ്പ് കേക്ക് മാത്രമേ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കപ്പ് കേക്ക് ഞാൻ 4 ചെയ്ത കപ്പ് കേക്ക് എന്താ ചെയ്തതെന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മിക്കി മൗസ് കേക്ക് മാത്രമേ പിന്നെ അവിടെ ബാക്കിയായിട്ടുണ്ടായിരുന്നു. കേക്കും അത് പിന്നെ ഓർഡർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് പിന്നെ കസ്റ്റമർ വിളിച്ചത്, നമുക്ക് 2-ാം തീയതി കേക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2-ാം തീയതി എന്ന് പറഞ്ഞാൽ 3-ാം തീയതി നമുക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 2-ാം തീയതി വേണം, ഡേറ്റ് കൺഫേം സമയം കൺഫേം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങളിങ്ങനെ നീട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്പഞ്ച് ഉണ്ടാക്കി അത്രയും വേസ്റ്റ് ആവും, നോമ്പിന് അധികം ഓർഡറൊന്നും ഉണ്ടാവില്ല, അപ്പോൾ എനിക്കതൊരു വേസ്റ്റായി മാറും, എന്തായാലും കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ കൺഫേം പറയാമെന്ന് പറഞ്ഞു. എന്തായാലും അവർ പറഞ്ഞതിൻ്റെ ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. കൺഫേം അല്ലാതെ ഇപ്പോൾ നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവർ സമയമൊക്കെ കൺഫേം ആക്കി പറഞ്ഞത് രാത്രി ഒരു 10:30 ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഇപ്പോൾ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് നേരത്തെ എടുക്കാൻ വേണ്ടി പോവുമായിരുന്നു കേട്ടോ. ആ ടൈമിലാണ് ഇവർ കൺഫേം ചെയ്തത് നാളെ ഉച്ചയ്ക്ക് 3-3:30 ആ ഒരു സമയത്ത് കിട്ടണം എല്ലാ കേക്കും. 2 ടോൾ കേക്കായിട്ടുള്ള ടയർ കേക്കും അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ടേബിൾ സെറ്റും എല്ലാം കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഷോക്കായിപ്പോയി. കാരണം ഞാൻ എല്ലാ വർക്കും കഴിഞ്ഞ് കിടക്കാൻ പോവുകയാണ്, ആ ടൈമിലാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എന്തെല്ലാം എവിടുന്ന സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ആ ഒരു ചെറിയൊരു ടെൻഷൻ വരുമല്ലോ. അങ്ങനെ ടെൻഷനായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും നാളെ ഫുള്ള് എനിക്ക് വർക്കായിരിക്കും, അപ്പോൾ ഇന്ന് ഫുള്ള് ഒന്ന് റെസ്റ്റ് എടുത്തോ, എന്നിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് വർക്ക് ഇവിടെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് വർക്കിനുള്ളതും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ കയ്യിൽ എഗ്ഗ് അധികം സ്റ്റോക്കില്ല കേട്ടോ. ഞാനിപ്പോൾ ചൂടായ കാരണം കൂടുതൽ എഗ്ഗൊന്നും കൊണ്ടുവന്ന് വെക്കാറില്ല. അപ്പോൾ ഉള്ള എഗ്ഗ് വെച്ചിട്ട് ഞാനിവിടെ 2 കിലോൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 7 ഇഞ്ചിൽ 2 പാത്രത്തിലും 4 ഇഞ്ചിൽ 2 പാത്രത്തിലും പിന്നെ 4 കപ്പ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ബേക്കായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കിവിടെ ഫോണ്ടൻ്റ് വർക്ക് കുറച്ചെങ്കിലും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിനെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അത് കൊണ്ടുവരട്ടെ. ആ ഒരു ടൈമിൽ ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് അടുത്ത ബാറ്റർ ഞാനിവിടെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചാണ് കേട്ടോ ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതും 2 kg ആണ് വേണ്ടത്. പിന്നെ അത് ഓവനിൽ വെച്ചതിൻ്റെ ശേഷം ബാക്കി ഫോണ്ടൻ്റ് വർക്ക് ഓരോന്നായിട്ട് ചെയ്യണുണ്ട്. അതിൻ്റെ വർക്ക് ചെയ്യേണ്ടതിൻ്റെ ഇടയിലായിട്ട് തന്നെ നമുക്കിപ്പോൾ ഒരു 11:30 കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടയർ കേക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു കേക്ക് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന സ്പഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് വേസ്റ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെയാണല്ലോ ഈ ഒരു ഓർഡർ കൺഫേം ആയത്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. 7 ഇഞ്ചിലും അതുപോലെ 4 ഇഞ്ച് സൈസിലുമാണ് കേക്കിനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പോപ്സും കപ്പ് കേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള കപ്പ് കേക്കിനെ ഞാൻ റെഡ് കളർ എങ്ങനെ കൊടുത്തതെന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അത് ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം ഞാനിവിടെ 2 കേക്കും ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്പഞ്ചസാണ് ഇത് കേട്ടോ. 2 കിലോൻ്റെ ബ്ലാക്ക് സ്പഞ്ചും 2 കിലോൻ്റെ വൈറ്റ് സ്പഞ്ചും. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ആണ് ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഐസിങ് ചെയ്യണുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വർക്ക് 3 മണിക്കാണ് കേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 3:30 അല്ലെങ്കിൽ 4 മണി വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തിനകത്തായിട്ട് തന്നെ ഫോണ്ടൻ്റ് വർക്കുകൾ ഓരോന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ് കേക്കും സിക്കിൾസും നമുക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇവിടെ ഒരു 3:30ക്കാണ് 3:30 3:45 ആ ഒരു സമയത്താണ് ഇപ്പോൾ പാക്ക് ചെയ്യണത്. പാക്ക് ചെയ്തിട്ട് വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൽ ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അവിടെ പോയിട്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ സിക്കിൾസും പോപ്സും ഒക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്, പക്ഷേ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും ടൈമില്ല കേട്ടോ. അപ്പോൾ കയ്യിലൊരു ആപ്പിൾ കൊടുത്തുങ്ങാണ്ട് വണ്ടിയിൽ കയറിയിരുന്നതാണ്. അത് കഴിച്ചിട്ട് ആണിപ്പോൾ പോണത്. അപ്പോൾ നമുക്ക് ടൈമില്ലാത്ത കാരണം ഹസ്ബൻഡിൻ്റെ അടുത്ത് നല്ല ചീത്തയും കേൾക്കുന്നുണ്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത അറിയുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ തീരെ ടൈമില്ല. ടൈം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാണെങ്കിലും 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട എന്നുള്ള ആ ഒരു രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ലേറ്റ് ആക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഇതാ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ഞാനൊന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. 2 ടയർ കേക്ക് ചെയ്യണം, അതിലേക്കുള്ള ഫോണ്ടൻ്റ് വർക്ക് ചെയ്യണം, പിന്നെ 10 കപ്പ് കേക്ക്, 10 ഡോണറ്റ്, 10 സിക്കിൾ, പോപ്സ് എല്ലാം കൂടി സെറ്റ് ചെയ്യും വേണമല്ലോ. അപ്പം ഡോണറ്റ് ഉണ്ടാക്കലും അത് പൊങ്ങി വരലും എല്ലാം അതിനിടയ്ക്കായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കാരണം വേറെ വീഡിയോസൊന്നും എടുക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് അവിടെ ഫംഗ്ഷനൊന്നും തുടങ്ങിയിട്ടില്ല. രാത്രിയൊക്കെ ആയിട്ടേ കേക്ക് കട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. നമ്മൾ കാരണം ഒരു റെസ്റ്റ് എടുക്കാതെയാണ് ഈ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊന്നും കഴിക്കാതെ വേണം ഇപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യാൻ വന്നിട്ടുള്ളത്. പിന്നെ ഫോണ്ടൻ്റ് വർക്ക് ഇപ്പോൾ അവിടെ വെച്ച് ചെയ്യണ കാരണം കുറച്ചെങ്കിലും നമുക്കൊരു ജോലി കുറഞ്ഞ് കിട്ടിയിട്ടാണ്. ഞാനിപ്പോൾ റിലാക്സ് ആയിട്ടാണ് ഇപ്പോൾ അവിടുന്ന് വർക്ക് ഓരോന്നായിട്ട് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം ഡ്രൈ ആക്കി, നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ട് വേഗം ഫോണ്ടൻ്റൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹറിബറി ആയിട്ട് ഫോണ്ടൻ്റ് വർക്ക് ചെയ്ത കാരണം വലിയൊരു ഫിനിഷിംഗ് ഒന്നും ടെഡ്ഡി ബിയറിന് തോന്നിയില്ല കേട്ടോ. എന്നാലും നമുക്ക് കഴിയുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്കും വന്നിട്ടുള്ളത്, ഒന്ന് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ തന്നെയാണ് ടെഡ്ഡി ബിയറും ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ബോൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈന് വന്നിട്ടുള്ള ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. എങ്ങനെ അതൊന്ന് ചെയ്തതെന്നുള്ള പാരച്യൂട്ടിൽ ഇരിക്കുന്ന ഒരു ടെഡ്ഡി ബിയറിനെ അതെങ്ങനെ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് 2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ് ഇതിന് ഫ്ലേവർ വന്നിട്ടുള്ളത്. താഴെ 2 ടെഡ്ഡി ബിയറും മുകളിലായിട്ട് പാരച്യൂട്ടിൽ ഒരു ടെഡ്ഡി ബിയർ ഇരിക്കുന്നത്. സിമ്പിളാണ്, പക്ഷേ ആ ഒരു ടെഡ്ഡി ബിയറിനെ ചെയ്യണ കുറച്ച് ടൈം നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ പാരച്യൂട്ടിൽ ചെയ്യണത് അത്ര ഫിനിഷിങ്ങിൽ വേണമെന്നുള്ള അവർ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള സെയിം ഹൈറ്റും ആ ഒരു ഫിനിഷിങ്ങും വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമേ അവർ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും മാക്സിമം നമുക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു ഫിനിഷിങ്ങൊക്കെ വരുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ കേക്കും വന്നിട്ടുള്ളതും ടെഡ്ഡി ബിയർ വെച്ചിട്ട് തന്നെയാണ്. ഇത് 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. 5 ഇഞ്ചിലും 4 ഇഞ്ചിലും ആണ് ടിൻ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് 2 ടെഡ്ഡി ബിയറും മുകളിൽ ഒരു ടെഡ്ഡി ബിയറും പിന്നെ കുറച്ച് ബോൾസും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ ഈ ഒരു കേക്കിൻ്റെ സെയിം മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട്. അന്ന് കയ്യിൽ നിന്ന് താഴെ വീണിട്ട് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുള്ള കേക്കാണ്. അപ്പോൾ അന്നത്തെ ടെൻഷൻ കാരണം ഈ ഒരു കേക്ക് ഞാൻ പിന്നെ അവിടെ പോയിട്ട് തന്നെ സെറ്റ് ചെയ്യണം നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കസ്റ്റമർ പറഞ്ഞത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യുള്ളൂ, അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ സെറ്റ് ചെയ്ത് തരാം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമൊന്നുമില്ലല്ലോ. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ അധികം ലേറ്റ് ആവാതെ കട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ടൈം ഫ്രിഡ്ജിൽ ഈ ഫോണ്ടൻറ്റ് വർക്കുള്ള കേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഫോണ്ടൻറ്റ് മെൽറ്റായിട്ട് വരും. അതായത് ആ ടോപ്പിലുള്ളതൊന്നല്ല, കേക്കിൽ വെച്ചിട്ടുള്ള സ്റ്റാർസും റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ താഴത്തേക്ക് വരും. അങ്ങനെ പിന്നെ അവിടുന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ പോണ വഴിയിലായിട്ട് തന്നെ കർമ്മ റോഡ് വന്നിട്ടുള്ള കേട്ടോ. കർമ്മ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പുഴയോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ പോയി ഇരുന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാണ്. കാരണം നമ്മൾ രാവിലെ മുതൽ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തതാണ്, പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ഇരുത്തിങ്ങാണ്ട് ഹസ്ബൻഡ് പോയിട്ട് ഷവർമ്മ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് അവിടെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അന്നത്തെ ദിവസം. 2 ടയർ കേക്ക് 2 kg പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ടേബിൾ സെറ്റും രാവിലെ മുതൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ ഫോണ്ടൻറ്റ് വർക്കും അല്ലേ, ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യണതും അതുപോലെ ഡ്രൈ ആക്കി എടുക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലാക്സ് ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. ഹറിബറി ആയിട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ആ ഒരു ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാ ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടിയാലും ആ സമയത്ത് തന്നെ കസ്റ്റമറിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അവിടെ എത്തി സെറ്റ് ചെയ്ത് കൊടുത്തു, ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നല്ലൊരു സമാധാനമായിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുത്ത് അയക്കുകയാണെങ്കിൽ കേക്ക് ഓൾറെഡി നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അധികം ടൈമൊന്നും കൂളാവാനുള്ള സമയം കിട്ടിയിട്ടില്ല, കൂടുതൽ ടൈമൊന്നും നമുക്ക് കിട്ടാത്ത കാരണം. അപ്പോൾ പിന്നെ ഫോണ്ടൻറ്റ് വർക്കും കൂടി വരുമ്പോൾ ആ ഒരു വെയിറ്റ് വരുമ്പോൾ എന്തായാലും കേക്കിന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തത്. പിന്നെ അവർ കട്ട് ചെയ്യണ ആ ഒരു ടൈം വരെ കേക്ക് കൂളായിട്ട് ഇരിക്കും ചെയ്യും, ഫ്രിഡ്ജിലല്ലേ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പേടിക്കാതെ നല്ലൊരു സമാധാനത്തിൽ തന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കൊക്കെ വരുന്ന സമയങ്ങളിൽ അത്യാവശ്യം നല്ല ടെൻഷനായിരിക്കും. എന്നാലും ഇതുപോലത്തെ വർക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കാതെ ക്യാൻസൽ ചെയ്യാതെ തന്നെ എങ്ങനെയെങ്കിലും ആ വർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും സക്സസ് ആവാൻ കഴിയുള്ളല്ലോ. അപ്പോൾ എനിക്ക് കഴിയില്ല വർക്ക്, ഇപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ ചെയ്യുക, ടൈം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് അത് ക്യാൻസൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു കസ്റ്റമർ നമ്മളെ പ്രതീക്ഷിക്കേണ്ട, അത് വേറെ വഴിക്ക് പോവും. വേറെ ആരുടെ അടുത്തെങ്കിലും പോയിട്ട് ഓർഡർ ആക്കിയിട്ട് അങ്ങനെ പിന്നെ അവർ ആളറ്റ കസ്റ്റമറായി മാറും. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ വരുന്നത് എങ്ങനെയെങ്കിലും റിസ്ക് എടുത്തിട്ട് ചെയ്ത് കൊടുക്കും. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും തിരക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നെ അതിൻ്റെ മുന്നത്തെ ദിവസം കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ കഴിയാഞ്ഞത്. ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്